Today topic is pediatrics. പീഡിയാട്രിക്സിൽ നമ്മളെല്ലാ സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഓരോ ഡിസ്കസിലും നമുക്ക് ഇമ്പോർട്ടന്റ് ആയ ഡിസീസ് കണ്ടീഷൻ ആണ് നമ്മളിവിടെ പറയുന്നത്. സോ ഫസ്റ്റ് സിസ്റ്റം എന്താണ്? ന്യൂറോ ഡിസോർഡർ ആണ്. ന്യൂറോ ഡിസോർഡറിലെ ആദ്യത്തെ കണ്ടീഷൻ ആണ് എന്ത്? ഹൈഡ്രോസെഫാലസ്. സോ വാട്ട് ഈസ് ഹൈഡ്രോസെഫാലസ്? ഹൈഡ്രോസെഫാലസ് മീൻസ് ദ abnormal accumulation of the CSF in the cranial cavity. അപ്പൊ അബ്നോർമൽ ആയിട്ട് CSF അക്യുമുലേറ്റ് ചെയ്യുന്നതാണ് ഹൈഡ്രോസെഫാലസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഹെഡ് സർക്കംഫറൻസ് ഭയങ്കര വലുതായിരിക്കും, ഇൻക്രീസ് ഇൻ ദ ഹെഡ് സർക്കംഫറൻസ്. പിന്നെ എന്താണ്? ഹൈ പിച്ച്ഡ് ക്രൈ ആയിരിക്കും. മാൻകോൺ ഐസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്രാക്ക്ഡ് സ്പോട്ട് സൗണ്ട് ഉണ്ടായിരിക്കും. സെറ്റിംഗ് ഐസ് ആയിരിക്കും, ഭയങ്കര വലിയൊരു ഐസ് ആയിരിക്കും. കുട്ടികൾക്ക് ഇറിറ്റബിൾ ആയിരിക്കും. പുവർ ഫീഡിംഗ് ഉണ്ടായിരിക്കും. ഷ്രിൽസ് ഉണ്ടായിരിക്കും. ബൾജിങ് ഓഫ് ദ ആന്റിയൽ ഫോണ്ടനല്ലേ ബൾജ് ചെയ്തിട്ട് അവിടെ എന്താണ്? ഡൈലൈറ്റഡ് സ്കാൽപ്പ് ഇങ്ങനെ ഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റും. സോ പേഷ്യന്റ് നമ്മുടെ ഈ ബേബി ഹൈഡ്രോസെഫാലസ് ആണെങ്കിൽ നമ്മൾ ഇമീഡിയറ്റ് മാനേജ്മെന്റ് എന്താ ചെയ്യുന്നത്? PP ഷണ്ട്, ഇൻസെർട്ട് ദ PP ഷണ്ട് എന്ന് പറഞ്ഞാൽ വെൻട്രിക്കുലർ പെരിറ്റോണിയൽ ഷണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ ഈ PP ഷണ്ട് നമ്മുടെ ക്രേനിയൽ കൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്? വെൻട്രിക്കിൾസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്റേണൽ ഡ്രെയിനേജ് ഇടാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഈ അക്യുമുലേറ്റ് ആയ CSF, അബ്നോർമൽ ആയ CSF ഡ്രെയിൻ ഔട്ട് ചെയ്ത് പുറത്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ BP ഷണ്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. സോ ആഫ്റ്റർ ഇൻസേർട്ടിങ് BP ഷണ്ട് നമ്മൾ എന്തൊക്കെ നമ്മൾ അവിടെ നോക്കണം? പേഷ്യന്റ് ലതാർജിക് ആണോ, ഇറിറ്റബിൾ ഉണ്ടോ, പ്യൂപ്പിൾ ചേഞ്ചസ് ഉണ്ടോ, പുവർ ഫീഡിംഗ് ഉണ്ടോ നമ്മൾ അസസ് ചെയ്യണം. സോ നെക്സ്റ്റ് ആണ് എന്ത്? സ്പൈന ബൈഫിഡ. സെക്കൻഡ് കണ്ടീഷൻ ആണ് സ്പൈന ബൈഫിഡ. സോ സ്പൈന ബൈഫിഡ ഈസ് ദ neural tube defect where the spinal column does not close completely during the fetal development. സമയത്ത് നമ്മുടെ എന്താണ്? സ്പൈനൽ കോഡ് കംപ്ലീറ്റ്ലി ഫിക്സ് ആവാത്ത കണ്ടീഷനെ പറയുന്ന പേരാണ് സ്പൈന ബൈഫിഡ. സോ വാട്ട് ദ കോസ് ഓഫ് സ്പൈന ബൈഫിഡ? ഇറ്റ് ഇസ് ഡെഫിഷ്യൻസി ഓഫ് ദ ഫോളിക് ആസിഡ് ഡ്യൂറിംഗ് ദ പ്രഗ്നൻസി. പ്രഗ്നൻസി സമയത്ത് നമ്മൾ എന്താണ്? സഫീഷ്യന്റ് ആയിട്ടുള്ള ഫോളിക് ആസിഡ് കൺസപ്ഷൻ എടുക്കാത്ത കാരണമാണ് നമുക്കിത് വരുന്നത്. ടൈപ്പ് ഓഫ് സ്പൈന ബൈഫിഡ ഉണ്ട്. സ്പൈന ബൈഫിഡ ഒക്വൽട്ട, സ്പൈന ബൈഫിഡ സിസ്റ്റിക്ക. ഈ സ്പൈന ബൈഫിഡ സിസ്റ്റിക്കയുടെ രണ്ട് ടൈപ്പാണ്, മെനിഞ്ചോമൈസിൽ ആൻഡ് മെനിഞ്ചോസിലി. So what is spina bifida occulta? So it is the spina bifida occulta is a failure to close. അപ്പൊ നമ്മുടെ വെർട്ടിബ്ര failure to close ആയിട്ട് നമ്മൾ ആ ഗ്യാപ്പിന്റെ ഉള്ള എന്താണ്? ഹെയർ ട്രസ്റ്റ് ഫോം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഡിംപിൾസ് ഫോം ചെയ്യുക, അല്ലെങ്കിൽ ബർത്ത് മാർക്ക് പോലെ നമ്മുടെ ലോവർ ബാക്കിൽ കാണുന്നതാണെന്ന് പറയുന്നത് സ്പൈന ബൈഫിഡ ഒക്വൽട്ട എന്ന് പറയുന്നത്. അപ്പൊ യൂഷ്വലി നോ സിംറ്റംസ്, അത് കോംപ്ലിക്കേറ്റഡ് അല്ല, സിംറ്റംസ് ഒന്നും ഇല്ല അല്ലെ. നെക്സ്റ്റ് എന്താണ്? സ്പൈന ബൈഫിഡ സിസ്റ്റിക്ക. സോ സ്പൈന ബൈഫിഡ സിസ്റ്റിക്കയുടെ രണ്ട് ടൈപ്പാണ്, മെനിഞ്ചോസിലി ആൻഡ് മെനിഞ്ചോമൈസിലി. സോ what is meningomycin? It is a common, it is the most common and most severe type ആണ്. എന്ന് പറഞ്ഞാൽ both meninges and spinal cord എന്താണ്? ഫ്യൂസ് ചെയ്തിട്ട് പ്രൊട്രൂഡ് ചെയ്തിട്ട് ഒരു ഓപ്പണിംഗ് പോലെ പുറത്തേക്ക് നിൽക്കുന്നു. അതാണ് എന്ത്? മെനിഞ്ചോമൈസിലി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? നമുക്ക് ചില സമയത്ത് അത് എന്താണ്? കോംപ്ലിക്കേഷൻ ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ സർജിക്കൽ റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് അത്? വീക്ക്നെസ്, അല്ലെങ്കിൽ ലെഗ്സിന് വീക്ക്നെസ്, ബ്ലാഡർ ബൗൾ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് എന്താണ്? മെനിഞ്ചോസിലി. മെനിഞ്ചോസിലി എന്ന് പറഞ്ഞാൽ എന്താണ്? മെനിഞ്ചസ് എന്താണ്? മെനിഞ്ചസ് പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് പുറത്ത് നിൽക്കും. അത് എന്താണ്? നമ്മുടെ സ്പൈനൽ കോഡ് ഇത് സംഭവിക്കും. നമുക്ക് ന്യൂറോളജിക്കൽ ആൻഡ് യൂഷ്വലി നമുക്ക് പല പല കോംപ്ലിക്കേഷൻസ് വരാം. അതുകൊണ്ട് നമുക്ക് എന്താണ്? ഈ സ്പൈന ബൈഫിഡ ഇറ്റ് ലീഡ്സ് ടു എന്താണ്? ഈ കോംപ്ലിക്കേഷൻ ലീഡ് ആകുമ്പോൾ എന്ത് ചാൻസ് ഉണ്ട്? അത് ഹൈഡ്രോസെഫാലസിലേക്ക് പോവാൻ ചാൻസ് ഉണ്ട്, കോംപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, അതാണ് സൈൻസ് ആൻഡ് സിംറ്റംസ്. നമ്മൾ ഹൈഡ്രോസെഫാലസിൽ കോംപ്ലിക്കേഷൻ, അതുപോലെ ഷ്രഫ്റ്റ് ഓഫ് ഹെയർ ഫോർമേഷനും അവിടെ നമുക്ക് വരാം. ഓക്കെ, നമ്മുടെ ഫീറ്റൽ ഡെവലപ്മെന്റ് സമയത്താണ് നമ്മൾ ഈ ഡിസീസ് കണ്ടീഷൻ ഫോർമേഷൻ ആവണ. കാരണം നമുക്ക് ഇങ്ങനെ ഡയഗ്നോസ് ചെയ്യാതെ AFB ആൽഫ ഫീറ്റോ പ്രോട്ടീൻ ടെസ്റ്റ് ചെയ്ത് നമുക്കിത് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് എന്തെങ്കിലും പ്രശ്നം കൊടുക്കാം? നമ്മള് മോസ്റ്റ് അസെപ്റ്റിംഗ് ടെക്നിക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. കാരണം നമ്മൾ ഒരിക്കലും അത് ഡ്രൈ ആവാൻ പാടില്ല. മോസ്റ്റ് സ്റ്റെറൈൽ ഡ്രസ്സിങ് കൊടുക്കണം. പൊസിഷൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രോൺ പൊസിഷൻ അല്ലെങ്കിൽ അപ്ഡേൺ പൊസിഷൻ കൊടുക്കണം. ഒരിക്കലും സുപ്പൈൻ പൊസിഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അവിടെ ഓയിൽമെന്റ്സോ അതോ പൗഡേഴ്സോ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അവോയ്ഡ് പൗഡർ ആൻഡ് ഓയിൽമെന്റ്സ്. സോ നെക്സ്റ്റ് കണ്ടീഷൻ ആണ് എന്ത്? സെലിബ്രൽ പ്ലാസി. സോ വാട്ട് ഈസ് സെലിബ്രൽ പ്ലാസി? സെലിബ്രൽ പ്ലാസി എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു നെക്സ്റ്റ് നമ്മുടെ ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. സോ cerebral palsy is a permanent or non-progressive neurological disorder.
caused by the damage to the development of the brain before, during, or shortening after birth, mainly affect the movement, posture and muscle coordination. അപ്പൊ നമ്മുടെ ന്യൂറോളജിക്കൽ ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനെ ബാധിക്കുന്ന ഒരു ഡിസീസ് കണ്ടീഷൻ ആണ്. ചിലപ്പോൾ ബർത്തിന് മുന്നേ അല്ലെങ്കിൽ ബർത്ത് കഴിഞ്ഞ് നമുക്ക് ഇത് എഫക്ട് ചെയ്യാം. ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന നമ്മുടെ മൂവ്മെന്റിനും പോസ്ചറിന്റെയും മസിൽ കോർഡിനേഷൻ ആണ്. പ്രിമച്വർ ബർത്ത് ഇതിലൊരു കോമൺ കോസ് ആണ്. അല്ലെങ്കിൽ എന്താ ബർത്ത് അഫാക്സിയ എന്ന് പറഞ്ഞാൽ ബർത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഓക്സിജൻ കണ്ടന്റ് കുറവാവുക, അല്ലെങ്കിൽ ബ്രെയിനിൽ ഇൻഫെക്ഷൻ വരാം, ഹെഡ് ഇഞ്ചുറി വരാം. ഈ സമയത്തൊക്കെയാണ് നമുക്ക് എന്താ സെല്ലുലർ പ്ലാസി നമുക്ക് ഡെവലപ്പ് ആവുന്നത്. സോ വാട്ട് ഈസ് പെർസിസ്റ്റന്റ് ഓഫ് പ്രിമിറ്റീവ് റിഫ്ലക്സിന്റെ കുറവുകൾ വരും. ഡിലൈ മൈൽസ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെയിലിയർ ടു ത്രൈവ് എന്ന് പറയും. അല്ലെ, ഗ്രോത്ത് ഡെവലപ്മെന്റ് കറക്റ്റ് ടൈമിൽ അച്ചീവ് ആവില്ല. ദെൻ ഇറിറ്റബിലിറ്റി ഉണ്ടാവും, ക്രൈയിങ് ഉണ്ടാവും, അബ്ഡോർമിൻ പോസ്ചറിങ് ഉണ്ടാവും. അല്ലെ, നെക്സ്റ്റ് എന്താണ്? സിസർ ലെഗ്, ക്രോസ് ലെഗ് ചെയ്യും. നമ്മുടെ ലെഗ് ഒക്കെ എന്താണ്? സിസർ ലെഗ്, ക്രോസ് ലെഗ് പൊസിഷനിൽ വരും. സോ നമ്മൾ ഇത് എങ്ങനെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുക? ഇൻട്രാതീക്കൽ ബാക്ലോഫാൻ കൊടുക്കാം കേട്ടോ. ബാക്ലോഫാൻ കൊടുക്കുക നമുക്ക് എന്തിനു വേണ്ടിയിട്ടാ? ഈ പെയിന് വേണ്ടിയിട്ട്. പിന്നെ ബോtulinum ടോക്സിൻ കൊടുക്കുക, റിജിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ എന്ത് മാനേജ്മെന്റ് കൊടുക്കേണ്ടത്? നെക്സ്റ്റ് സേഫ് എൻവയോൺമെന്റ്. കാരണം ഈ കുട്ടികൾക്ക് എന്താ പോസ്റ്റർ ചെയ്യാനും അതുപോലെ തന്നെ കോർഡിനേഷനും ഒക്കെ പ്രശ്നങ്ങളാണല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? സേഫ് എൻവയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. സോ ന്യൂറോളജിക്കൽ ഡിസോർഡർ കഴിഞ്ഞാൽ നെക്സ്റ്റ് കണ്ടീഷൻ ആണ് എന്ത്? റെസ്പിറേറ്ററി ഡിസോർഡർ. സോ റെസ്പിറേറ്ററി ഡിസോർഡറിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ക്രുഫ് ആണ്. ക്രുഫ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ക്രുഫിന്റെ വേറൊരു പേര് ലാരിംഗോ ട്രക്കിയോ ബ്രോഞ്ചൈറ്റിസ്. സോ ക്രുഫ് എന്ന് പറയുമ്പോൾ ഹൊയാസിനസ് നോക്കുക, നമ്മുടെ സൗണ്ട് ചേഞ്ച് ആവാം, സൗണ്ട് ഭയങ്കര ലോ ആവാനും ഭയങ്കരമായിട്ട് കൂടാനും ചാൻസ് ഉണ്ട്. സോ ഹൊയാസിനസ് ഓഫ് സൗണ്ട് വരും. അതെങ്ങനെയാ വരാം? ബാർക്കിംഗ് വോയിസ് അല്ലെങ്കിൽ സൗണ്ട് സ്ട്രൈഡർ വരും. സോ സ്ട്രൈഡർ സൗണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ ചോദിക്കാം. എന്താണ്? ക്രുഫ് ആണ്. സോ റെസ്പിറേറ്ററി ഡിസ്ട്രസ് വരും. റെസ്പിറേറ്ററി ഡിസ്ട്രസ് പ്രൊലോങ്ഡ് ആയി പോയി അതിന് കോംപ്ലിക്കേഷൻ സൈനോസിസ് ആണല്ലോ. സോ ട്രീറ്റ്മെന്റ് എന്താ കൊടുക്കേണ്ടത്? നമ്മള് ബ്രീത്തിങ് ഡിസ്ട്രസ് ആണ് നമ്മൾ ഹ്യൂമിഡിഫൈഡ് O2 കൊടുക്കാം, നെബ് എപ്പിനെഫ്രിൻ കൊടുക്കാം. സോ നെക്സ്റ്റ് ടോപ്പിക് ഇസ് ആസ്മ. So what is asthma? Asthma is the lower airway hypersensitivity disease condition ആണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ലോവർ എയർവേ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആവുന്നത്? ട്രിഗറിംഗ് ഫാക്ടർ ഓഫ് അലർജി, ഇൻഫെക്ഷൻ, സ്ട്രെസ്, കോൾഡ്, ഇതൊക്കെ ഇതിന് കാരണമാണ് അല്ലെ. സോ നമുക്ക് ഇത് എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാം? ഹ്യൂമിഡിഫൈഡ് O2 കൊടുക്കാം, ആൽബിട്രോൾ നെബ് കൊടുക്കാം, അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? അഡ്മിനിസ്റ്റർ എപ്പിനെഫ്രിൻ കൊടുക്കാം. അങ്ങനെ നമുക്ക് എന്തായാലും ഈ ബ്രീത്തിങ് ഡിസ്ട്രസ് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്താ സംഭവിക്കുക? വരുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൊഡക്റ്റീവ് കഫ് വരും, സ്പ്യൂട്ടം വരും, ബ്രീത്തിങ് ഡിസ്ട്രസസ് വരും, അലർജീസ് ഫോം ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഒക്കെ ആയി നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഹ്യൂമിഡിഫൈഡ് O2, നെബും എപ്പിനെഫ്രിനും ഒക്കെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രോബ്ലം കോമ്പൻസേറ്റ് ചെയ്യണം. സോ നെക്സ്റ്റ് കണ്ടീഷൻ ആണ് ബ്രോഞ്ചോലൈറ്റിസ്. സോ വാട്ട് ഈസ് ബ്രോഞ്ചോലൈറ്റിസ്? അപ്പൊ RSV എന്ന് പറഞ്ഞ വൈറസ് ആണ്, റെസ്പിറേറ്ററി സിൻഡാക്റ്റിൽ വൈറസ് ആണ്. ഇതൊരു കോമൺ കോസ് ഓഫ് ദ ബ്രോഞ്ചോലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ബ്രോഞ്ചോലൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്രോഞ്ചിയോൾസ് അല്ലെ. അപ്പൊ ഇത് എങ്ങനെയാണ്? ഇത് എങ്ങനെ കോസ് ചെയ്യുന്നത്? കോണ്ടാക്റ്റിലൂടെയാണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് കോണ്ടാക്ട് ആണ്. അപ്പൊ നമ്മൾ എന്ത് പ്രിപ്പറേഷൻ ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? കോണ്ടാക്ട് പ്രിപ്പറേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. സോ ബ്രോഞ്ചിയോൾ എന്ന് പറഞ്ഞ എയർ പൈപ്പ് ആണ്. അപ്പൊ എയർ പൈപ്പ് ഉണ്ടാവുന്ന ഇൻഫ്ലമേഷനും ഇൻഫെക്ഷനും പറഞ്ഞ പേരാണ് ബ്രോഞ്ചോലൈറ്റിസ്. അപ്പൊ നമ്മൾ എന്ത് മാനേജ്മെന്റ് കൊടുക്കട്ടെ? ഹൈ ഫ്ലൂയിഡ് ഇൻടേക്ക് എടുക്കുക, പിന്നെന്താ? അഡ്മിനിസ്റ്റർ അസെറ്റാമിനോഫൻ ആൻഡ് റിബാവറിൻ കൊടുക്കുന്നു. സോ നമ്മളപ്പോ നെക്സ്റ്റ് റെസ്പിറേറ്ററി സിസ്റ്റം കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് സിസ്റ്റത്തേക്ക് എടുത്താണ് GI സിസ്റ്റം. സോ വാട്ട് ഇസ് ദ ഫസ്റ്റ് കണ്ടീഷൻ? ഇസ് hypertrophic pyloric stenosis. So what is pylorus? അല്ലെ, നമ്മൾ ആദ്യം പൈലോറസ് എന്താണെന്ന് അറിയണം. നമ്മൾ പിക്ചർ കണ്ടില്ലേ? നമ്മൾ എന്താ ഭക്ഷണം കഴിച്ച് നമ്മുടെ ഫുഡ് സ്റ്റൊമക്കിൽ എത്തി. സ്റ്റൊമക്കിലാണോ നമ്മുടെ ഡൈജഷൻ പ്രോസസ് നടക്കുന്നത്? അല്ല. സ്റ്റൊമക്കിൽ വെച്ച് ലാർജ് പാർട്ട് ഓഫ് പാർട്ടിക്കിൾസിനെ, ഫുഡ് പാർട്ടിക്കിൾസിനെ സ്മോൾ പാർട്ടിക്കിൾസ് ആക്കുകയാണ് വിത്ത് ഹെൽപ്പ് ഓഫ് HCl അല്ലെ. അത് നമ്മൾ ഈ ഒരു നമ്മുടെ സ്മോൾ പാർട്ടിക്കിൾസ് ആയി ഫുഡ് നമ്മൾ എങ്ങോട്ടാ കൊടുക്കേണ്ടത്? ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ട് ഇൻടു ഞങ്ങളുടെ ഡിയോഡിനം. അപ്പൊ നമ്മൾ പൈലോറസ് എന്ന് പറയുന്ന ആ ഒരു വേ അല്ലെ, പൈലോറസ് എന്ന് പറയുന്ന ആ വേയിലൂടെയാണ് നമ്മൾ ഈ ഫുഡ് ഡിയോഡിനത്തിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു വേ ആണ് ഇത് നാരോയിങ് ചെയ്യുന്നത്. ഈ കണ്ടീഷനെ പറയുന്ന പേരാണ് hypertrophic pyloric stenosis. That means the condition that occur when the pylorus, the muscle opening between the stomach and small intestine,
തിങ്കൻസ് ആൻഡ് നാരോ. അപ്പൊ നമ്മുടെ പൈലോറിക്സ് തിക്കാവുന്നത് തിന്നാവണ്ണ പറയുന്ന പേരാണ് പൈലോറിക് സ്റ്റെനോസിസ്. അപ്പൊ നമുക്ക് ആദ്യം വരുന്ന സൈൻ എന്താണ്? പ്രൊജക്ടൈൽ വോമിറ്റിംഗ്. കാരണം ഫുഡ് അവിടെ എന്താണ്, ഫുഡ് ഡൈജസ്റ്റ് ആവാൻ പോകുന്നില്ല. നമ്മൾ കഴിച്ച ഭക്ഷണം എന്താണ്, പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് നോൺ ബൈലറി പ്രൊജക്ടൈൽ വോമിറ്റിംഗ്. വിസിബിൾ പെരിസ്റ്റാൾസിസ് വേവ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ഫീഡിങ്, റൈറ്റ് ടു ലെഫ്റ്റ്. ഈ ഇൻഡിക്കേഷൻ ഉറപ്പായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. നമുക്ക് എക്സാം ചിലപ്പോൾ ഇത് വെച്ചിട്ടാണ് ചോദ്യം വരുന്നത്. എന്താണ് വിസിബിൾ പെരിസ്റ്റാൾസിസ് വേവ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഫീഡിങ് ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്താണ്? പൈലോറിക് സ്റ്റെനോസിസ്. So olive like shaped mass right side of the abdomen, dehydration, malnutrition, ഇതൊക്കെ ഒരു സൈൻ തന്നു കഴിഞ്ഞാൽ എന്താ കണ്ടീഷൻ? ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റെനോസിസ് ആണ്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ മാനേജ് ചെയ്യുന്നു? സർജിക്കൽ മാനേജ്മെന്റ് എന്താ? പൈലോറോ മയോട്ടമി. മയോ എന്ന് പറഞ്ഞാൽ മസിൽ ആണ്. സോ പൈലോറിസിന്റെ അവിടെയുള്ള മസിൽ നമ്മൾ കട്ട് ചെയ്ത് കളയും. ദാറ്റ് ഈസ് പൈലോറോ മയോട്ടമി. സർജിക്കൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ജി ഐയുടെ എന്തൊരു മാനേജ്മെന്റ് ആയാലും, ജി ഐക്ക് എന്തൊരു ഡിസോർഡർ ആയാലും നമുക്ക് ആദ്യം ചെയ്യേണ്ട മാനേജ്മെന്റ് എന്താ? NPO. NPO ഇടണം, IV കൊടുക്കണം. ദെൻ ബേബീസ് ആണല്ലോ, നമ്മൾ എന്താ ചെയ്യേണ്ട? ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബർപ്പ് ചെയ്യണം. മോണിറ്റർ ദ അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ നമ്മൾ എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യണം. സോ നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്? ഹിസ്പ്രൈൻ ഡിസീസസ് അഥവാ അഗാഗ്ലിയോണിക് മെഗാകോളൻ. സോ വാട്ട് ഈസ് ദ കണ്ടീഷൻ? ഹിസ്പ്രൈൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ നമ്മുടെ ഇൻഡസ്റ്റൈനില്, നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈനിലായാലും സ്മോൾ ഇൻഡസ്റ്റൈനായാലും സോ മെനി ഗാംഗ്ലിയൻ സെൽ ഉണ്ട്. സോ ഗാംഗ്ലിയൻ സെൽ ഹെൽപ്സ് ടു എന്താണ്? നമ്മുടെ മൂവ്മെന്റ് അല്ലെ, പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് തരുന്നത് ഗാംഗ്ലിയൻ സെല്ലാണ്. സോ എ കണ്ടീഷൻ ഇൻ വിച്ച് സം ഓഫ് ദ നെർവ് സെൽ ഇൻ ദ ലാർജ് ഇൻഡസ്റ്റൈൻ ഡസ് നോട്ട് ഡെവലപ്പ് പ്രോപ്പർലി കോസ് എന്താണ്? കോൺസ്റ്റിപ്പേഷൻ ഓർ ബ്ലോക്കേജ് ഓഫ് ദ ലാർജ് ഇൻഡസ്റ്റൈൻ. അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനിൽ എന്താണ്? ഗാംഗ്ലിയൻ സെൽ ആബ്സെന്റ് ആയി നിൽക്കുക, അല്ലെങ്കിൽ ഗാംഗ്ലിയോണിക് പോർഷൻ ഇൻഡസ്റ്റൈനിൽ ഉണ്ടാവുക. അപ്പൊ എന്താ സംഭവിക്കുക? മൂവ്മെന്റ് ഉണ്ടാവില്ല. ഇറ്റ് ലീഡ്സ് ടു കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ബ്ലോക്കേജ് ഇൻ ദ ലാർജ് ഇൻഡസ്റ്റൈൻ. ഈ കണ്ടീഷനെ പറയുന്ന പേരാണ് എന്ത്? ഹിസ്പ്രൈൻ ഡിസീസസ്. സോ വാട്ട് ഇസ് ദ സയൻസ്? ഫെയിലിയർ ടു ത്രൈവ് അല്ലെ. നമുക്ക് എന്താ? കാരണം ഈ ഗാംഗ്ലിയൻ സെൽ ഉണ്ടായാലാണ് നമുക്ക് മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ അല്ലെ. ഇത് ഇൻഡസ്ട്രിയൽ മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. മൂവ്മെന്റ് ഉണ്ടായാലാണ് ഇപ്പൊ ഒരു ബേബി ബൈ ബർത്തിൽ മെക്കോണിയം പാസ് ചെയ്യണം. മെക്കോണിയം പാസ് ചെയ്താലാണ് ആ ബേബിക്ക് ഹങ്കർ ഉണ്ടാവുള്ളൂ, അപ്പതേറ്റ് ഉണ്ടാവുള്ളൂ. എന്നാലാണ് ആ ബേബി ഫീഡ് ചെയ്യുള്ളൂ. ഫീഡ് ചെയ്താലാണ് ആ ബേബിക്ക് ബ്രസ്റ്റ് ഫീഡ് ഇനീഷ്യേറ്റീവ് ചെയ്തിട്ട് റിഫ്ലക്സസ് ഉണ്ടാവുള്ളൂ. എന്നാലാണ് ആ ബേബി വെയിറ്റ് ഗെയിൻ ചെയ്യുള്ളൂ. അപ്പൊ ഇതൊക്കെ ഒരു സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ഗാംഗ്ലിയൻ സെൽ ഇല്ല, മെക്കോണിയം പാസ് ആവുന്നില്ല. അപ്പൊ എന്താണ്? ഫെയിലിയർ ടു ത്രൈവ് ആണ്. നെക്സ്റ്റ് എന്താണ്? ഫെയിലിയർ ടു പാസ് മെക്കോണിയം. അപ്പൊ ഫെയിലിയർ ടു ഗെയിൻ വെയിറ്റ്. സോ ഹിസ്പ്രൈൻ ഡിസീസ് എന്ന് വരുന്ന ഒരു സൈനാണ് റിബൺ ലൈക്ക് സ്റ്റൂൾ. റിബൺ ലൈക്ക് സ്റ്റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഹിസ്പ്രൈൻ ഡിസീസ് ആണ്. Then also abdominal distension and vomiting and refuse to suckle. ഇതാണ് നമുക്ക് വരുന്ന സൈൻ. സോ വാട്ട് ഇസ് ദ കോംപ്ലിക്കേഷൻ ഓഫ് ദ ഹിസ്പ്രൈൻ ഡിസീസ്? ഹിസ്പ്രൈൻ ഡിസീസസ് എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ ലാർജ് ഇൻഡസ്റ്റൈനും സ്മോൾ ഇൻഡസ്റ്റൈനും ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനും വരുന്നതാണ് എന്ത്? എൻട്രോകോളൈറ്റിസ്. കാരണം ഈ മെക്കോണിയം ഫീക്കസും പാസ് ആവാതിരിക്കുമ്പോൾ എന്താണ്? അവിടെ ഒരു ഇൻഫെക്ഷനും ഇൻഫ്ലമേഷൻ വരുന്നു. അത് ലാർജ് ഇൻഡസ്റ്റൈനെ ബാധിക്കുന്നു, അത് സ്മോൾ ഇൻഡസ്റ്റൈനെ ബാധിക്കുന്നു. സോ ദ ഇൻഫെക്ഷൻ എന്തിനാണ്? ലാർജ് ഇൻഡസ്റ്റൈനും സ്മോൾ ഇൻഡസ്റ്റൈനും ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനും ബാധിക്കുന്ന പറയുന്ന പേരാണ് എൻട്രോകോളൈറ്റിസ്. അപ്പൊ നമ്മൾ ഇന്റർവെൻഷൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പേഷ്യന്റിന് NBOടെ IV സ്റ്റാർട്ട് ചെയ്യുക, മോണിറ്റർ ഫോർ ദ അബ്ഡോമിനൽ ബ്രീത്ത്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കൊളസ്റ്റമി കെയർ ചെയ്യാം അല്ലെ. നമുക്ക് കൊളസ്റ്റമി ചെയ്ത് നമുക്ക് സ്ട്രോങ് ഇട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ വേസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് റിമൂവ് ചെയ്യാം. സോ നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്? ഇൻഡ്യൂസ് സസെപ്ഷൻ. സോ ഇൻഡ്യൂസ് സസെപ്ഷൻ ഇസ് ദ ലൈഫ് ത്രെറ്റനിങ് ഇൽനെസ് ദാറ്റ് occurs when the portion of the intestine flowed like a telescope. നമ്മുടെ intestine പിക്ചറിൽ കണ്ടില്ല? എന്താണ്? ഒരു ടെലസ്കോപ്പ് പോലെ ഫോൾഡ് ചെയ്യുന്ന പറയുന്ന പേരാണ് എന്ത്? ഇൻഡ്യൂസ് സസെപ്ഷൻ. ഒരു സെഗ്മെന്റ് ഓഫ് intestine സ്ലിപ്പ് ചെയ്തിട്ട് അടുത്ത സെഗ്മെന്റിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കുന്ന പറയുന്ന പേരാണ് ഇൻഡ്യൂസ് സസെപ്ഷൻ. സോ what are the signs of induced susception? എന്താണ്? റെഡ് ജെല്ലി സ്റ്റൂള്, fusage or tube-like mass, dancing sign and abdominal pain എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്താണ്? ഇൻഡ്യൂസ് സസെപ്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും? എങ്ങനെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുക? നോൺ സർജിക്കൽ ഹൈഡ്രോസ്റ്റാറ്റിക് റിഡക്ഷൻ. അഥവാ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നോർമൽ സലൈൻ കൊടുക്കുക. നമ്മൾ ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഒരു എനിമ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റ് നല്ല ഫോഴ്സിൽ നമ്മൾ എന്താണ്? സലൈൻ വാട്ടർ കൊടുക്കുമ്പോൾ
ഈ ഫോഴ്സ് കൊണ്ട് എന്താണ് ചിലപ്പോൾ ഈ ചുരുങ്ങിപ്പോയ ഫോൾഡ് ചെയ്ത് പോയ ഇൻഡസ്ട്രി ചിലപ്പോൾ നമുക്ക് കറക്റ്റ് റെഗുലർ പൊസിഷനിൽ വരാം. എന്നിട്ട് നമുക്കിത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റിയിട്ട് നമുക്ക് എന്താ ചെയ്യാം, സർജിക്കൽ മാനേജ്മെന്റ് ചെയ്ത് അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് റിസെക്ഷൻ ചെയ്യാം, അനസ്തമോസിസ് ചെയ്യാം. സോ നെക്സ്റ്റ് കണ്ടീഷൻ ഓർത്തോ ആണ്. ഓർത്തോ കണ്ടീഷനിൽ ഫസ്റ്റ് എന്താണ്, ഡെവലപ്മെന്റ് ഡിസ്പ്ലേഷ്യ ഓഫ് ഹിപ്പ് DDH. So head of the hip is appropriately seated in acetabulum. സോ നമ്മുടെ ഹിപ്പില് രണ്ട് വശത്ത് അസെറ്റാബുലം ഉണ്ട്. ആ പിക്ചറിൽ കാണുന്നില്ലേ, ആ അസെറ്റാബുലത്തിൽ എന്താണ് നമ്മുടെ ഹെഡ് ഓഫ് ദ ഹിപ്പ് അപ്രോപ്രിയേറ്റ് ആയിട്ട് സീറ്റ് ചെയ്യണം. ഇത് സീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് എന്ത്, നെക്സ്റ്റ് പഠിക്കുന്നത്. എന്താണ് അസെറ്റാബുലർ എന്ന് പറഞ്ഞാൽ ഫീമറിന്റെ ഹെഡ് അസെറ്റാബുലത്തില് കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, സീറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് അസെറ്റാബുലർ. ഇനി എന്താ സബ്ലുസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പാർഷ്യലി അതെന്താണ് ഫീമറിന്റെ ഹെഡ് അസെറ്റാബുലത്തില് ഡിസ്പ്ലേസ് ആവാത്തതാണ് എന്ത്, സബ്ലുസേഷൻ. ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കംപ്ലീറ്റ്ലി എന്താണ് നമ്മുടെ അസെറ്റാബുലത്തിൽ നിന്ന് ഫീമറിന്റെ ഹെഡ് ഡിസ്പ്ലേസ് ആവുന്നതാണ് ഡിസ്ലൊക്കേഷൻ. സോ നമുക്കറിയാം ഹിപ്പ് ഈസ് കണക്റ്റഡ് ടു എന്താണ് ഫീമർ ആണല്ലോ. ഫീമർ എന്താണ് കറക്റ്റ് അസെറ്റാബുലത്തിലെ അസെറ്റാബുലത്തിൽ എന്ത് ചെയ്യണം, കറക്റ്റ് അത് പ്ലേസ് ആയിരിക്കണം, എന്നാലാണ് നമ്മൾ പോസ്റ്ററിങ് കറക്റ്റ് ആവുള്ളൂ. ഇത് മര്യാദയ്ക്ക് ആവാത്തതിന്റെ പ്രശ്നമാണ് സബ്ലുസേഷനും ഡിസ്ലൊക്കേഷനും എന്നും പറയുന്നത്. സോ നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന രണ്ട് സൈൻ ആണ്, രണ്ട് ടെസ്റ്റ് ആണ്, അല്ലെങ്കിൽ 3 ടെസ്റ്റ് ഉണ്ട്. എന്താണ് ഓർട്ടോലാനി സൈനും ബാർലോ സൈനും ട്രെൻഡ്ലൻബൻ സൈൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് ഓർട്ടോലാനി സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മള് പേഷ്യന്റിനെ, ഈ ബേബീനെ നമ്മൾ ബൈ ബർത്ത് നമ്മൾ ബേബീനെ അസസ്മെന്റ് ചെയ്യാണല്ലോ. അപ്പൊ നമ്മൾ ബേബിയെ സുപ്പൈൻ പൊസിഷനിലേക്ക് എടുത്ത് നമ്മൾ 2 ലെഗും നമ്മൾ എന്ത് ചെയ്യുന്നു, അബ്ഡക്ഷൻ പൊസിഷനിൽ വെക്കുന്നു. സോ നമ്മൾ അബ്ഡക്ഷൻ പൊസിഷനിൽ വെക്കുമ്പോൾ ഒരു സൗണ്ട് ക്ലിക്ക്, ഒഡിബിൾ എന്ന് പറഞ്ഞ ക്ലിക്ക് എന്നൊരു സൗണ്ട് കേട്ടാൽ അത് എന്താണ്, ഓർട്ടോലാനി സൈൻ പോസിറ്റീവ് ആണ്. സോ നെക്സ്റ്റ് എന്താണ്, നമ്മൾ ബേബി ഇങ്ങനെ നമ്മൾ സുപ്പൈൻ പൊസിഷനിൽ എടുത്തിട്ട് നമ്മൾ എന്താണ് പെട്ടെന്ന് അബ്ഡക്ഷൻ പൊസിഷനിൽ കാണിക്കുന്നു. സോ നമ്മൾ അബ്ഡക്ഷൻ പൊസിഷൻ ചെയ്യുമ്പോൾ എന്താണ് പെട്ടെന്ന് ഒരു ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് ഒഡിബിൾ സൗണ്ട് കേട്ടത് എന്താണ്, ബർലോ സൈന് പോസിറ്റീവ് ആണ്. സോ നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് സൈൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം, നമ്മൾ നേരെ നിൽക്കാം, നേരെ നമ്മൾ സ്റ്റാൻഡിങ് പോസ്റ്ററിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്താണ് ഒരു ലിഫ്റ്റ് ചെയ്യാണ്ട് നമ്മൾ പെൽവിക് കറക്റ്റ് ഫീമറിൽ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കറക്റ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് ടെർലംബൻ പോസിറ്റീവ് സൈൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെരിവോ ലിഫ്റ്റിങ്ങോ വരുന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് പ്രശ്നമുണ്ട്. അതാണ് ഈ 3 സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എന്താ ചെയ്യേണ്ടത്, സ്പ്ലിറ്റിംഗ് ഓഫ് ഹിപ്പ് വിത്ത് പെൽവിക് ഹാർനസ്. സോ പെൽവിക് ഹാർനസ് എന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെന്റ് ആണ്. നമ്മളിപ്പോ അറിയാലോ, ഹിപ്പിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഫീമർ ആയിട്ട് കണക്ട് ആയത് നമ്മൾ ക്ലോസ് ലെഗ് ചെയ്യാൻ പാടില്ല, എപ്പോഴും അബ്ഡക്ഷൻ പൊസിഷൻ ആണ് നമ്മൾ എപ്പോഴും പറയാ. സോ നമ്മള് ബേബിക്ക് എപ്പോഴും ബേബി അബ്ഡക്ഷൻ പൊസിഷനിൽ വെക്കാൻ പറ്റുമോ, അല്ലെ? അപ്പൊ നമ്മൾ അതിന് വേണ്ടത് കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരു ബാഗ് പോലെ, ബെൽറ്റ് പോലെ എന്താണ് ബേബിയുടെ 2 കാലും എപ്പോഴും 2 ലെഗും എപ്പോഴും അബ്ഡക്ഷൻ പൊസിഷനിൽ വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ആണ് പെൽവിക് ഹാർനസ് എന്ന് പറയുന്നത്. പിന്നെ എന്താ ചെയ്യേണ്ടത്, നമ്മള് ബേബിയുടെ ചേഞ്ച് നമ്മൾ എപ്പോഴും എന്താണ് ഫ്രീക്വന്റ്ലി നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കണം. പിന്നെ എന്താ ബേബിയുടെ നമ്മൾ ഹിപ്പ് സ്പൈക്ക്, അതൊക്കെ നമ്മൾ എന്തിനാ ഈ ഡിസ്ലൊക്കേഷൻ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മാനേജ്മെന്റ് ആണ്. സോ നെക്സ്റ്റ് നമ്മൾ കാർഡിയാക്ക് ആണ്. കാർഡിയാക്കിൽ എന്തൊക്കെയാ നമുക്ക് നോക്കുന്നത്, ഒബ്സ്ട്രക്റ്റീവ് ഡിഫക്റ്റിൽ ഒന്നാമത്തെയാണ് അസൈനോട്ടിക്. അസൈനോട്ടിക്കിലാണ് ASD, VSD, PDA. സോ ഏട്രിയൽ സ്പെക്ട്രൽ ഡിഫക്റ്റ് ആൻഡ് വെൻട്രിക്കുലർ സ്പെക്ട്രൽ ഡിഫക്റ്റ്, അതിന് PDA. സോ നമ്മള് എന്താണ് ASD ആൻഡ് VSD നമുക്ക് എന്താണ്, നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റൂ അല്ലെ. എന്താണ് നമ്മുടെ ഈ വാൽവിൽ വരുന്ന ഒരു പ്രശ്നമാണ് അല്ലെ. അപ്പൊ അതെന്താണ്, ഈ വാൽവ് ഓക്കെ അല്ലാണ്ടാകുമ്പോൾ നമ്മുടെ ഓക്സിജൻ ബ്ലഡും ഡീഓക്സിജൻ ബ്ലഡും മിക്സ് ആവാൻ ചാൻസ് ഉണ്ട്. ഇത് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രീത്തിങ്ങിനെ ബാധിക്കും. സോ നമുക്ക് ASD ആൻഡ് VSD എന്താണ്, നമുക്കത് 6 മന്തിൽ തന്നെ അത് ക്ലോഷർ ആയി പോയിക്കോളും, കുഴപ്പമില്ല. ഇത് ഇറ്റ്സ് നോട്ട് എ കോംപ്ലിക്കേറ്റഡ് അല്ലെ. പക്ഷെ PDA എന്താണ്, അത് ക്ലോഷർ ആയി തന്നെ അത് എന്താണ് ഫെയിലിയർ ടു ക്ലോസ്, അത് ക്ലോസ് ആവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, സർജിക്കൽ ക്ലോഷർ വേണം. പക്ഷെ നമുക്ക് ഒരു ബേബിക്ക് 4 ഇയർ കഴിഞ്ഞാൽ മാത്രമാണ് സർജിക്കൽ ക്ലോഷർ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡോമെഡാക്സിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ട്രീറ്റ്മെന്റ് വെച്ച് അത് കോമ്പൻസേറ്റ് ചെയ്യണം. സോ നെക്സ്റ്റ് എന്താണ്, ഒബ്സ്ട്രക്റ്റീവ് ഡിഫക്റ്റ് അല്ലെ.
സോ വാട്ട് ഈസ് ഒബ്സ്ട്രക്റ്റീവ് ഡിഫക്ട്? ഒബ്സ്ട്രക്റ്റീവ് ഡിഫക്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ വാൽവിന് വരുന്ന ഡിഫക്റ്റുകളാണല്ലോ. വാട്ട് ഈസ് അയോട്ടിക് സ്റ്റെനോസിസ്? ദാറ്റ് മീൻസ് എന്താണ്, നമ്മുടെ അയോട്ടിക് വാൽവ് നാരോ ആവുന്നു. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അയോട്ടിക് വാൽവ് നാരോ ആവുന്നത്? വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, പൾമനറി കൺജക്ഷൻ ആൻഡ് ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയർ. ഈ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ അയോട്ട നാരോയിങ് ആവുന്നു. അപ്പൊ നമുക്ക് എന്താ, ബ്ലഡ് ഫ്ലോ കുറയില്ലേ? അയോട്ട നാരോയിങ് ആയി കഴിഞ്ഞാൽ ഓക്സിജൻ ബ്ലഡ് സപ്ലൈ ആവില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, അയോട്ടിക് വാൽവിക്ടമി നമ്മൾ സർജിക്കൽ മാനേജ്മെന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്, പൾമനറി സ്റ്റെനോസിസ്. പൾമനറി സ്റ്റെനോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പൾമനറി വാൽവ് നാരോ ആവുന്നു. സോ ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയർ, സോറി റൈറ്റ് ഹാർട്ട് ഫെയിലിയർ ഒക്കെ ഒരു കോമൺ റീസൺ ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ, പൾമനറി വാൽവെക്ടമി ചെയ്യാം. സോ നെക്സ്റ്റ് കണ്ടീഷൻ ആണ് എന്ത്, കൊയാഗുലേഷൻ ഓഫ് അയോട്ട. അപ്പൊ നമുക്കറിയാം അയോട്ടയാണ് നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് പമ്പ് ചെയ്ത് നമുക്ക് ലങ്സിൽ നിന്ന് കിട്ടിയ ഓക്സിജനേറ്റഡ് ബ്ലഡ് ബോഡി ഫുള്ളും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആരാണ്, അയോട്ടയാണ് അല്ലെ. അപ്പൊ ഈ അയോട്ട എന്താണ്, കൊയാഗുലേഷൻ ഓഫ് അയോട്ട എന്ന് പറയുമ്പോൾ അയോട്ട താഴെ വരുമ്പോ നാരോയിങ് ആവുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നേ, the BP variation in the upper and lower extremities ആണ് എന്ത്, കൊയാഗുലേഷൻ ഓഫ് അയോട്ട എന്ന് പറയുന്നത്. സോ മാനേജ്മെന്റ് എന്താണ്, നമ്മൾ റിസെക്ഷൻ ചെയ്യുക, അതെന്താ ചെയ്യുക, അനസ്തമോസിസ് ചെയ്യുക. സോ നെക്സ്റ്റ് എന്താണ്, ഒബ്സ്ട്രക്റ്റീവ് ഡിഫക്ട്. സോ വാട്ട് ഈസ് ഒബ്സ്ട്രക്റ്റീവ് ഡിഫക്ട്? ഒബ്സ്ട്രക്റ്റീവ് ഡിഫക്റ്റിൽ നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, സൈനോട്ടിക് ഹാർട്ട് ഡിസീസസ്. സൈനോട്ടിക് ഹാർട്ട് ഡിസീസിൽ വരുന്നതാണ് എന്ത്, ടെട്രോളജി ഓഫ് പാലറ്റ്. ടെട്രോളജി ഓഫ് പാലറ്റ് എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് 4 ഡിസീസ് കണ്ടീഷൻ ഒരുമിച്ച് വരുന്നതാണ് ടെട്രോളജി ഓഫ് പാലറ്റ് എന്ന് പറയുന്നത്. VSD, വെൻട്രിക്കുലർ സ്പെക്ട്രൽ ഡിഫക്ട്, പൾമണറി സ്റ്റെനോസിസ്, ഓവർ റീഡിംഗ് ഓഫ് അയോട്ട, റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കുന്നത്, ബ്ലൂ സ്പെൽ ആൻഡ് ടീ സ്പെൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മള് ലോക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഭയങ്കര ബ്രീത്തിങ് ഡിസ്ട്രസ് വരാണ് ബിക്കോസ് ഓഫ് ദ സൈനോട്ടിക്. അതാണ് എന്ത്, ബ്ലൂ സ്പെൽ ആൻഡ് ടീ സ്പെൽ എന്ന് പറയുന്നത്. പിന്നെ ക്ലബിംഗ് ഓഫ് ദ ഫിംഗേഴ്സ്, ബൂട്ട് ഷേപ്ഡ് ഹാർട്ട്. എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് കണ്ടത് എന്താണ്, ടെട്രോളജി ഓഫ് പാലറ്റ്. അപ്പൊ നമ്മൾ എന്ത് മാനേജ്മെന്റ് കൊടുക്കുക, സർജിക്കൽ മാനേജ്മെന്റ് ചെയ്യാൻ നമുക്ക്, അല്ലെങ്കിൽ നീ ചെസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ സ്പോട്ടിംഗ് പൊസിഷൻ ആണ് അവർക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ഉള്ള പൊസിഷൻ. സോ നെക്സ്റ്റ് എന്താണ്, ട്രൈകസ്പിഡ് അട്രേസിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പണിംഗ്, വാൽവിന്റെ ഓപ്പണിംഗ് ആബ്സെന്റ് ആവുക, അതാണ് ട്രൈകസ്പിഡ് അട്രേസിയ. പിന്നെ എന്താ നെക്സ്റ്റ് ആണ്, ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ് എന്ന് പറഞ്ഞാൽ when two main blood vessels leaving in the heart in the abnormal position. Abnormal position എന്ന് രണ്ട് വാൽവും ഓപ്പണിംഗ് ആവുന്നതാണ് ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, ട്രങ്കസ് ആട്രിയോസിസ് എന്ന് പറഞ്ഞാൽ നമ്മള് റൈറ്റും ലെഫ്റ്റും വെൻട്രിക്കിൾസിൽ നിന്ന് എന്താണ്, സിംഗിൾ ബ്ലഡ് വാൽവ് ഓപ്പൺ ആവുന്നതാണ് ട്രങ്കസ് ആട്രിയോസിസ് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്താണ്, ബ്രീത്തിങ്ങിന്റെ പ്രശ്നമല്ല, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പെരിഫറൽ പൾസ് നമ്മൾ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ബ്രീത്തിങ് ഡിസ്ട്രസ് ആവുമ്പോൾ നമ്മൾ എന്താണ്, ഇന്റുബേഷൻ അല്ലെങ്കിൽ നമ്മൾ വെന്റിലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് ആയി. താങ്ക് യു.